ഹലോ വ്യൂവേഴ്സ്, അപ്പൊ ഇന്ന് നമ്മുടെ ബൾട്ടി റിലീസ് ആയിരിക്കുകയാണ്. നമ്മുടെ ഷെയ്ൻ നിഗം നായകനായിട്ട് അഭിനയിച്ച ബൾട്ടി എന്നുള്ള സിനിമ നമ്മുടെ ഉണ്ണി ശിവലിംഗമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ റിപ്പോർട്ടാണ് കേട്ടോ, അന്യായ റിവ്യൂ ആണ് പറയാനുള്ള. ഇടിവെട്ട് മൂവി എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് മൂവി. അത് ഒരു കാര്യം കൂടെ പറയാം, ഫാമിലി മൂവി ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ പോകല്. ആക്ഷൻ മൂവി ഇഷ്ടമുള്ളവർ ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടോ ഇപ്പൊ തന്നെ തിയേറ്ററിൽ. ഈ കൊല്ലം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ലക്കിയുള്ള ഒരു ഇയർ ആണ് 2025 എന്ന് പറയുന്നത്. ഒരുപാട് പടങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന പോലെ എമ്പുരാൻ 100 കോടിക്ക് മേലെ പോയി, അതുപോലെ തുടരും 100 കോടിക്ക് മേലെ പോയി. ഇപ്പം നമ്മുടെ ലോക ഇതാ 300 കോടിയായി. ഇനിയിപ്പം അടുത്തത് മലയാളത്തിൽ നിന്നൊരു ബമ്പർ ഹിറ്റ് വരാൻ പോകുന്നത് ബൾട്ടി എന്നുള്ള സിനിമയാണ്. ഷെയ്ൻ നിഗത്തിന്റെ സിനിമയാണ് വരാൻ പോകുന്നത്, അടുത്ത ബമ്പർ അടിക്കാൻ പോകുന്നത്. സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല പക്ക നാടൻ പൊട്ടി വാരുന്ന അടിപ്പടം. അടി എന്നൊക്കെ പറഞ്ഞാൽ ഷെയ്ൻ നിഗം ട്രെയിലറിൽ പറയുന്ന പോലെ നല്ല പുറം പൊള്ളിയാണ് അടി. നിങ്ങൾ പോയി കാണുന്ന ആക്ഷൻ പടമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്. നിങ്ങൾ ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് കണ്ണും പൂട്ടി പോയി സിനിമ കണ്ടോ. വെറുതെ റോപ്പിൽ ചാടി ഇറങ്ങി കറങ്ങി മറ്റേ ബാലയ്യ ഫൈറ്റ് അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല, പക്ക തനിനാടൻ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല. ഷെയ്ൻ നിഗം, അതുപോലെ നമ്മുടെ ശാന്തനു ഭാഗ്യരാജ്, പിന്നെ അവരുടെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ പടമാണ് ഇത്. കബഡി ബേസ് ചെയ്തിട്ടൊരു പടമാണ്, ചെറിയൊരു ഗ്യാങ്സ്റ്റർ സ്റ്റോറിയാണ്, ലോക്കൽ ഗ്യാങ്സ്റ്റർ സ്റ്റോറിയാണിത്. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാ തോരാതെ പറയേണ്ടി വരും. അമ്മാതിരി മേക്കിംഗ് ആണ് ഈ സിനിമയുടെ കേട്ടോ. നമ്മുടെ ശിവകുമാർ പി പണിക്കറാണ് നമ്മുടെ ഈ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നൊന്നര എഡിറ്റാണ് കേട്ടോ. സിനിമാട്ടോഗ്രാഫി അലക്സ് ജെ പുളിക്കലാണ്, അതും ഇടിവെട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉണ്ണി ശിവലിംഗം, കഥയും അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഷെയ്ൻ നിഗത്തിന്റെ നായികയായി വരുന്ന പ്രീതി അസ്രാനിയാണ്. പ്രീതി അസ്രാനി ഈ ഷെയ്ൻ നിഗം തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്, അടിപൊളിയാണ്. എല്ലാ കോമ്പിനേഷൻ, ഒരു കോമ്പിനേഷൻ അല്ല, എല്ലാ കോമ്പിനേഷനും അടിപൊളിയാണ്. പാട്ട് സീൻസ് ഒക്കെ വേറെ മാതിരി ഞെരിപ്പ് ഐറ്റം. പിന്നെ ഇതിനകത്ത് ഒരുപാട് ആക്ഷൻ സീക്വൻസും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഹാഫ് നമ്മളെ പിടിച്ചിരുത്തും, സെക്കൻഡ് ഹാഫിലോട്ട് ചെല്ലുമ്പോൾ സീറ്റഡ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ സീറ്റഡ് ആക്ഷൻ പടം. നല്ല പക്ക, നമുക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നതിനെ പിടിച്ചൊരു തല്ലു കൊടുക്കാൻ തോന്നും. അമ്മാതിരി ഞെരിപ്പം പടമാണ് കേട്ടോ. അപ്പം നിങ്ങൾ മിസ് ചെയ്യണ്ട, ഇപ്പം നിങ്ങളുടെ തിയേറ്ററിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് മൂവിയുടെ മുഴുവൻ റിവ്യൂ ആവശ്യമാണ്, നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ മുഴുവൻ ഈ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് റിവ്യൂ ചെക്ക് ചെയ്യാവുന്നതാണ്.